സൂര്യൻ അസ്തമിച്ചു. അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് അർജുനൻ ശിബിരത്തിലേക്ക് മടങ്ങുന്നു. മടങ്ങും വഴി പല ദുർനിമിത്തങ്ങളും കണ്ട് അർജുനന് വലിയ ആപത്ശങ്ക തോന്നി. അദ്ദേഹം തൻ്റെ സാരഥിയായ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, എനിക്കെന്തോ വലിയ ദുഃഖം തോന്നുന്നു. എന്തോ വലിയ ആപത്ത് സംഭവിച്ചതായി എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ ജ്യേഷ്ഠന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ? ഇത് കേട്ട് കൃഷ്ണൻ പറഞ്ഞു, പാർത്ഥനെ സമാധാനിപ്പിച്ചു, അർജുന, നീ വിഷമിക്കേണ്ട, നിന്റെ ജ്യേഷ്ഠന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവർ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ശിബിരത്തിലെത്തിച്ചേർന്നു. അവിടമാകെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം കണ്ട് അർജുനന് വലിയ പരിഭ്രമമായി. എല്ലാവരുടെയും മുഖഭാവം കണ്ടപ്പോൾ എന്തോ വലിയ ആപത്ത് സംഭവിച്ചിരിക്കുന്നുവെന്ന് അർജുനന് മനസ്സിലായി. ശിബിരത്തിൽ സഹോദരന്മാരെയും സഹോദരപുത്രന്മാരെയും എല്ലാം കണ്ടു. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. അർജുനന്റെ മനസ്സിൽ ഒരു മിന്നൽ. അഭിമന്യു എവിടെ? എൻ്റെ വീരപുത്രൻ അഭിമന്യു എവിടെ? ആരും ഒന്നും പറയുന്നില്ല. അർജുനൻ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് ആരും ഒന്നും പറയാത്തത്? എൻ്റെ പ്രിയപുത്രൻ അഭിമന്യു എവിടെ?